ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് ഒരു അടിപൊളി കഥയാണ്. ഒരു കുഞ്ഞണ്ണൻ്റെയും പിന്നെ നല്ല ബുദ്ധിയുള്ള ഒരു കാക്കയുടെയും കഥ. കേൾക്കാൻ റെഡിയല്ലേ? എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ നമ്മുടെ ഈ കഥ തുടങ്ങുന്ന എവിടെയാണെന്നറിയാവോ? നല്ല ഭംഗിയുള്ള പച്ചപ്പ് നിറഞ്ഞൊരു കാട്ടിലാണ്. പണ്ടൊരിക്കൽ എവിടെ നോക്കിയാലും നല്ല പച്ചപ്പ്, നിറയെ മരങ്ങളും ചെടികളുമൊക്കെയുള്ള ഒരിടം. അങ്ങനെ ഒരു സുന്ദരൻ കാടുണ്ടായിരുന്നോ. ഈ കാട്ടിലാണ് നമ്മുടെ കഥയിലെ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ ജീവിച്ചിരുന്നത്. ഒരാള് ഒരു കുസൃതിക്കൊടുക്കയായ കുഞ്ഞണ്ണൻ, പിന്നെ നല്ല ബുദ്ധിയുള്ള ഒരു കാക്കച്ചനും. അവർ രണ്ടാളും ഭയങ്കര കൂട്ടുകാരായിരുന്നു കേട്ടോ. നല്ല സന്തോഷമായിട്ട് അവിടെ കഴിഞ്ഞു പോന്നു. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം നമ്മുടെ കുഞ്ഞണ്ണൻ ഒരു വലിയ പ്രശ്നത്തിൽ പെട്ടുപോയി. അതുവരെയൊക്കെ അവന്റെ ജീവിതം പൊള്ളിയായിരുന്നു. കാട്ടിലൂടെ ഇങ്ങനെ ചാടി ഓടിമറിഞ്ഞ് ചിരിച്ചും കളിച്ചുമൊക്കെ നടക്കുകയായിരുന്നു നമ്മുടെ കുഞ്ഞണ്ണൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അയ്യോ ഒരു പ്രശ്നം. എന്താ പറ്റിയതെന്നോ? അവന്റെ വഴിക്ക് കുറുകെ ദേ ഒരു വലിയ പാറക്കല്ല് വന്ന് വീണു കിടക്കുന്നു. ഇത് കണ്ടതും നമ്മുടെ കുഞ്ഞണ്ണൻ ആകെ പേടിച്ചുപോയി. അവൻ ഇങ്ങനെ പതുക്കെ പറഞ്ഞു, ദൈവമേ, ഇനി ഞാൻ എങ്ങനെ ഇതിനപ്പുറം കടക്കും? എനിക്ക് ആകെ പേടിയാവുന്നുണ്ടല്ലോ. കുഞ്ഞണ്ണൻ ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോ ബുദ്ധിയുള്ള കാക്ക അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് കുഞ്ഞണ്ണന് ഒരു സൂപ്പർ ഉപദേശം കൊടുത്തു. അപ്പോഴുണ്ടല്ലോ മരത്തിന്റെ മുകളിൽ നിന്ന് ശാന്തമായ ഒരു ശബ്ദം, കുഞ്ഞണ്ണ പേടിക്കുകയേ വേണ്ട. കുഞ്ഞണ്ണൻ തല ഉയർത്തി നോക്കിയപ്പോൾ ദാ നിൽക്കുന്നു നമ്മുടെ ബുദ്ധിയൻ കാക്ക. കാക്ക അവനെ സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ശക്തി കൊണ്ട് മാത്രം എല്ലാ കാര്യം നടക്കില്ല. അതിനേക്കാൾ വലുതാണ് ബുദ്ധി. അതായത് ഒറ്റയ്ക്ക് നിന്ന് നമ്മുടെ മുഴുവൻ ശക്തിയും എടുത്ത് ശ്രമിക്കുന്നതിന് പകരം എല്ലാവരും കൂടെയിരുന്ന് ഒന്ന് ആലോചിച്ച് ഒരു ഐഡിയ കണ്ടുപിടിക്കുന്നത്, അതാണ് ബുദ്ധി. അപ്പോൾ തന്നെ കാക്കയ്ക്കൊരു ഐഡിയ കിട്ടി. അവൻ പറഞ്ഞു, ഏയ്, നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ, നമുക്ക് ചുറ്റും ഇത്രയും കൂട്ടുകാരില്ലേ? പിന്നെ അവിടെ നടന്നത് ഒരു ഒന്നൊന്നര സംഭവമായിരുന്നു. കൂട്ടുകാരുടെ ഒരുമയുടെ ശക്തി എന്താണെന്ന് എല്ലാവരും കണ്ടു. കാക്കയുടെ പ്ലാൻ സിമ്പിളായിരുന്നു. ആദ്യം തന്നെ കാക്ക പോയി കാട്ടിലുള്ള മറ്റു മൃഗങ്ങളെയെല്ലാം വിളിച്ചുകൊണ്ടുവന്നു. മുയൽച്ചേട്ടനും മാൻകൂട്ടനുമൊക്കെ ഓടിയെത്തി. എന്നിട്ട് അവരെല്ലാവരും കൂടി ഒരൊറ്റ മനസ്സോടെ ആ കല്ലൊരൊറ്റ തള്ള്, ആ കല്ല് അങ്ങോട്ട് നീങ്ങിപ്പോയി. അങ്ങനെ വഴി ക്ലിയറായി. കണ്ടോ, അവരുടെ ഒരുമയാണ് അവിടെ ജയിച്ചത്. ഈയൊരു സംഭവത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞണ്ണൻ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പാഠം പഠിക്കുകയായിരുന്നു. വഴി തുറന്നത് കണ്ടപ്പോൾ കുഞ്ഞണ്ണന്റെ കണ്ണ് സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയി. അവന്റെ പേടിയൊക്കെ എവിടെയോ പോയി. ശരിക്കുമൊരു സമാധാനമായി. അവൻ കാക്കയുടെ അടുത്തേക്ക് ചെന്നിട്ട് നിറയെ സ്നേഹത്തോടെ പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട് കാക്കേ, ഞാനിന്ന് ശരിക്കും വലിയൊരു കാര്യം പഠിച്ചു. എന്തായിരുന്നു ആ പാഠം എന്നല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ കയ്യിൽ നല്ല ബുദ്ധിയും പിന്നെ നമ്മളെ സഹായിക്കാൻ നല്ല കൂട്ടുകാരുമുണ്ടെങ്കിൽ ഏതു വലിയ പ്രശ്നത്തിനെയും നമുക്ക് തോൽപ്പിക്കാം. അപ്പോ ഈ കഥയിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലേ? നമ്മുടെ ഏറ്റവും വലിയ ശക്തിയെന്ന് പറയുന്നത് നമ്മുടെ കയ്യിനോ കാലിനോ ഉള്ള ബലമല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിലെ ബുദ്ധിയും നമ്മുടെ കൂടെ നിൽക്കുന്ന നല്ല കൂട്ടുകാരുമാണ്. ഈ കഥ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത കഥയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനായി